പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ഓരോരുത്തരെയും ജീവനിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സർവരാലും സ്തുതിക്കപ്പെടുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ കർത്താവ്, ഇന്നീ ദിനം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയും. നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവ് കാരുണ്യവനായിരിക്കുന്നത് പോലെ നിങ്ങളും കാരുണ്യമുള്ളവരായിരിക്കുവാനായിട്ടാണ് ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിച്ച അനന്ത കൃപയുടെ ഉറവിടമായ കർത്താവെ, ഈ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രമല്ല അങ്ങേക്ക് നന്ദി പറയും. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ പലപ്പോഴും പ്രയാസമെന്ന തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ടാണ് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുക. നിൻ്റെ ഒരു കണ്ണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുവാനും, നിൻ്റെ ഉടുപ്പെടുക്കുന്നവന് നിൻ്റെ മേലങ്കി കൂടി കൊടുക്കുവാനും, 1 മൈൽ നടക്കുന്നവനോട് 2 മൈൽ നടക്കുവാൻ ആവശ്യപ്പെടുന്ന കാരുണ്യവാനായ കർത്താവെ, അന്നത്തെ സാഹചര്യങ്ങളെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ദൈവസ്നേഹത്തിൻ്റെ നിറവിലാണ് ജീവിക്കേണ്ടതെന്നും, സാഹചര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലാണ് ജീവിക്കേണ്ടതെന്നും, കാരുണ്യമാണ് ബലിയേക്കാൾ അഭികാമ്യമെന്നും ഞങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ദിനം നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞങ്ങേ മഹത്വപ്പെടുത്തും. കാരുണ്യവാനായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിച്ച അങ്ങയുടെ കൃപയ്ക്ക് നന്ദി പറഞ്ഞങ്ങേ മഹത്വപ്പെടുത്തും. യൂതന്മാരുടെ രാജാവായ നസ്രേക്കാൻ യേശുവെ, പെട്ടെന്നുള്ള മരണപകടം ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈ ദിവസം മുഴുവനും നിൻ്റെ കരുണയും സ്നേഹവും ഞങ്ങൾക്ക് ചൊരിഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും നിൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ ജീവിക്കുവാൻ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങേ തിരുനാമത്തെ മഹത്വപ്പെടുത്തും. കാരുണ്യവാനായ കർത്താവേ, പ്രഭാതത്തിലെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.